ഹായ് ആൾ. അപ്പം നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പൈത്തണിൻ്റെ അകത്തിരിക്കുന്ന ലൂപ്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. ലൂപ്സ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതും വൈൽ ലൂപ്പ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പം ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നമുക്ക് പൈത്തണിൻ്റെ അകത്ത് വേറൊരു കൈൻഡ് ഓഫ് ലൂപ്പിംഗ് കൂടിയുണ്ട്, ലൂപ്പിംഗ് മെക്കാനിസം കൂടിയുണ്ട്. അതെന്ന് പറയുന്നത് ഫോർ ലൂപ്സ് ആണ്. അപ്പം നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് ഫോർ ലൂപ്സ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ വൈൽ ലൂപ്പ് എന്ന് പറയുന്ന സാധനം ഓൾറെഡി നമുക്കുണ്ട്. അപ്പം വൈൽ ലൂപ്പും ഫോർ ലൂപ്പും ഈ രണ്ട് സാധനങ്ങളും ചില പ്രത്യേക രണ്ടും ലൂപ്പിംഗ് ആണ്. രണ്ടും ഒരേ പർട്ടിക്കുലർ ആക്ഷൻ മൾട്ടിപ്പിൾ ടൈം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈത്തണിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. പക്ഷേ രണ്ട് കാര്യങ്ങളും രണ്ട് ഡിഫറെൻറ്റ് പർപ്പസുകൾ, രണ്ട് കൈൻഡ് ഓഫ് ലൂപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കിങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഈ ലിസ്റ്റിൻ്റെ അകത്തിരിക്കുന്ന ഓരോരോ ഐറ്റത്തിനെയും ഈ ലിസ്റ്റിലൂടെ ഐട്രേറ്റ് ചെയ്ത് ഓരോരോ പർട്ടിക്കുലർ ഐറ്റത്തിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വൈൽ ലൂപ്പ് വെച്ചിട്ട് ഈ പർട്ടിക്കുലർ കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഇങ്ങനെയായിരിക്കും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടി വരും. എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ലെങ്ത് ഓഫ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഓരോന്നോരോന്നായിട്ട് ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് നമ്മൾ ഈ പർട്ടിക്കുലർ ഇൻഡെക്സ് അല്ലെ, നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിൻ്റെ അകത്തിരിക്കുന്ന ഇൻഡെക്സിന് വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ഇൻഡെക്സ് വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്ത്, അതായത് ഈ കേസിൽ ഐ ഡിക്ലെയർ ചെയ്തിട്ട് അതിനെ നമ്മൾ തന്നെ മാനേജ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും അല്ലേ. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ, അതായത് ഒരു പർട്ടിക്കുലർ കളക്ഷൻ ലിസ്റ്റ് പോലെയുള്ള ഒരു സീക്വൻസ് ഡാറ്റ ടൈപ്പോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കളക്ഷനൊക്കെ ആണെങ്കിൽ, അതായത് ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടിരിക്കുന്ന കളക്ഷൻ, അതിൻ്റെ അകത്ത് പ്രീ ഡിഫൈൻഡ് നമ്പർ ഓഫ് ടൈംസ് ആണ് നമുക്ക് ഐട്രേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ വൈൽ ലൂപ്പിനെക്കാട്ടും നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത് ഫോർ ലൂപ്പാണ്. എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിൻ്റെ അകത്തൂടെ ഐട്രേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. വൈൽ ലൂപ്പ് എഴുതുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എഴുതേണ്ടി വരും, നമ്മളൊരു അഡീഷണൽ വേരിയബിൾ എല്ലാം ഡിക്ലെയർ ചെയ്യേണ്ടി വരും. പക്ഷേ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് ഈ ലിസ്റ്റിൻ്റെ അകത്തിരിക്കുന്ന ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടിരിക്കുന്ന ലിസ്റ്റിൻ്റെ അകത്ത് കൂടെ അല്ലെങ്കിൽ ഒരു കളക്ഷൻ്റെ അകത്ത് കൂടെ ഐട്രേറ്റ് ചെയ്ത് പോകാൻ നമുക്ക് ഉപയോഗിക്കും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ വൈലിനേക്കാളും കുറച്ചും കൂടെ ക്ലീൻ ആയിട്ടിരിക്കുന്ന ലെസ് നമ്പർ ഓഫ് കോഡ്സ് അല്ലെങ്കിൽ ലെസ് നമ്പർ ഓഫ് ലൈൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ ക്ലീൻ ആയിട്ടിരിക്കുന്ന കോഡ് ഫോർ ലൂപ്പിൻ്റെ അകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഫോർ ലൂപ്പ് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് ലൂപ്പിംഗ് തന്നെയാണ്. വൈൽ ലൂപ്പും ലൂപ്പിംഗ് ആണ്, ഫോർ ലൂപ്പും ലൂപ്പിംഗ് ആണ്. പക്ഷേ വൈൽ ലൂപ്പ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് നമുക്ക് ഫിക്സഡ് ആയിട്ടിരിക്കുന്ന ഒരു നമ്പർ ഒന്നും അറിയാത്ത ഇങ്ങനെ ഐട്രേറ്റ് ചെയ്യേണ്ടി പോകുന്ന സിറ്റുവേഷൻസ് ഇവിടെയൊക്കെ കണ്ടില്ല അല്ലേ. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സാധനം എത്ര തവണ യൂസർ ഈ പറഞ്ഞിരിക്കുന്ന സാധനം എക്സിക്യൂട്ട് ചെയ്യും എന്നൊന്നും നമുക്ക് പ്രത്യേകിച്ച് അറിയാത്തൊരു സിറ്റുവേഷനിലൊക്കെ വൈൽ ലൂപ്പാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കളക്ഷൻ ഒബ്ജക്റ്റിൻ്റെ അകത്ത് കൂടെ ഐട്രേറ്റ് ചെയ്ത് പോകാൻ നമുക്ക് വൈൽ ലൂപ്പിനെക്കാട്ടും കുറച്ചും കൂടെ ക്ലീൻ ആയിട്ടിരിക്കുന്ന, കുറച്ചും കൂടി ഈസി ആയിട്ടിരിക്കുന്ന, കുറച്ചും കൂടെ മെയിൻറ്റെയിനബിൾ ആയിട്ടിരിക്കുന്ന കോഡ് കിട്ടുന്നത് ഫോർ ലൂപ്പിനാണ്. ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റീഡ് ചെയ്യാം. ഫോർ ഈച്ച് ഫ്രൂട്ട് ഇൻ ലിസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന സിൻടാക്സിനെ നമുക്ക് നാച്ചുറൽ ലാംഗ്വേജിൽ നമ്മൾ പറയുകയാണെങ്കിൽ ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന ഒന്നുമില്ല, ഈ പറഞ്ഞിരിക്കുന്ന മൾട്ടിപ്പിൾ ടൈം ഇത് ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വേരിയബിൾ പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇൻ എന്ന് പറയുന്ന കീവേഡ്, അത് കഴിഞ്ഞിട്ട് ഒരു കളക്ഷൻ ഒബ്ജക്റ്റ് ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം ഈ കേസിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കളക്ഷൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റാണ്. അപ്പം ഈ സിറ്റുവേഷനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ലിസ്റ്റിൻ്റെ അകത്ത് കൂടെ അവൻ ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഓരോരോ ഐറ്റവുമായിട്ട് എടുക്കും. എന്നിട്ട് ഓരോരോ തവണ ഐട്രേറ്റ് ചെയ്യുന്ന സമയത്തും ആ പർട്ടിക്കുലർ ഐറ്റം ഏതാണോ അത് ഈ ഫ്രൂട്ട് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് അവൻ എടുത്തു വെക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതിലാണ് ഐട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് തവണ ഐട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രൂട്ട് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഫസ്റ്റ് ഐറ്റം ആയിരിക്കും, അതായത് ആപ്പിൾ എന്ന് പറയുന്നതായിരിക്കും. അപ്പം ആ ആപ്പിൾ വെച്ചിട്ട് നമുക്കൊരു പീസ് ഓഫ് കോഡ് റൺ ചെയ്യിക്കാം. അതായത് ഫോറിൻ്റെ ലൂപ്പ് ബോഡിക്കകത്ത് നമ്മൾ എന്ത് കോഡ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാലും ആ പർട്ടിക്കുലർ ടൈമിൽ ഫസ്റ്റ് ഐട്രേഷനിലാണെങ്കിൽ ഫ്രൂട്ടിൻ്റെ അകത്ത് ആപ്പിളാണ് ഉണ്ടാവുക. അവൻ ആ പർട്ടിക്കുലർ കോഡ് നമ്മൾ എന്തൊക്കെ ലൂപ്പ് ബോഡിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നോ അതെല്ലാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അവൻ വീണ്ടും തിരിച്ച് ഫോർ ലൂപ്പിലേക്ക് തന്നെ വരും. എന്നിട്ട് ഫ്രൂട്ട്സിൻ്റെ അകത്തിരിക്കുന്ന രണ്ടാമത്തെ ഐറ്റം എടുത്തിട്ട് ഫ്രൂട്ട് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ
വേരിയബിളിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാം. ഇങ്ങനെ ആവുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന കളക്ഷൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഐറ്റത്തിനെയും വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ പീസ് ഓഫ് കോഡ് ലൂപ്പ് ബോഡിക്കകത്ത് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ പീസ് ഓഫ് കോഡിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലിവിടെ എന്താ ചെയ്തിരിക്കുന്നത്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഐറ്റത്തിനെയും പ്രിൻറ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യമാണ് ചെയ്യുന്നത്. വളരെ ക്ലീൻ ആയിട്ടിരിക്കുന്ന, വളരെ സിമ്പിൾ ആയിട്ടിരിക്കുന്ന ഒരു സിൻടാക്സ് ആണ്. അപ്പം നിങ്ങൾ ഇതേപോലെയുള്ള ഒരു കളക്ഷൻ ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്തിരിക്കുന്ന ഐറ്റത്തിലൂടെ ഓരോന്നിലൂടെയും ഐട്രേറ്റ് ചെയ്ത് പോകേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ വൈൽ ലൂപ്പിനെക്കാളും കുറച്ചും കൂടെ യൂസ് ചെയ്യേണ്ടത് ഫോർ ലൂപ്പാണ്. ഓക്കെ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് നോർമലി നമ്മൾ പൈത്തൻ്റെ അകത്ത് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് പൈത്തൺ പ്രോഗ്രാമിംഗ് നോക്കുന്ന സമയത്ത് നിങ്ങൾ വൈൽ ലൂപ്പിനെക്കാളും ജനറലി കൂടുതലായിട്ട് ഉപയോഗിക്കുക ഫോർ ലൂപ്പുകളായിരിക്കും. ഓക്കെ, അപ്പം ഇനിയിപ്പം നമുക്ക് വേറൊരു ഫോർ ലൂപ്പിൻ്റെ വേറൊരു യൂസേജ് കൂടി നോക്കാം. അതായത് ഈ രീതിയിൽ റേഞ്ച് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് വച്ചിട്ടും കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു കോഡ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ എത്ര നമ്പറാണോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അത്രയും നമ്പർ അവൻ ഇവിടെ നിന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓരോരോ തവണ ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഇതാക്കുമ്പോഴും ഇനീഷ്യലി അത് 0 ആയിരിക്കും. 0 എന്നിട്ട് നമ്മൾ റേഞ്ച് ഓഫിൻ്റെ അകത്ത് എത്രയാണോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അത്രയും തവണ ഇവൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോരോ തവണ ഇവൻ ഐട്രേറ്റ് ചെയ്യുന്ന സമയത്തും n എന്ന് പറയുന്നത് ഇനീഷ്യലി 0 ആയിരിക്കും. രണ്ടാമത്തെ തവണ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് 1 ആവും. മൂന്നാമത്തെ തവണ 2 ആവും. 2 വരെ ആവത്തുള്ളൂ. 3 എന്ന് നമ്മളിവിടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ 2 വരെ എത്ര തവണ. അപ്പം ഇങ്ങനെയുള്ളൊരു സിൻടാക്സ്, ഇങ്ങനെയുള്ളൊരു കോഡിങ് നമുക്ക് ഒരു പർട്ടിക്കുലർ കാര്യം തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ടൈം ഒരു ഇൻഡെക്സ് ഒക്കെ വെച്ചിട്ട് മൾട്ടിപ്പിൾ ടൈം ഒക്കെ ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാധനം വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന റേഞ്ചിൻ്റെ തന്നെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. എന്ന് പറയുന്നത് റേഞ്ചിൻ്റെ അകത്ത് നമുക്ക് 2 നമ്പേഴ്സ് പറഞ്ഞു കൊടുക്കാം. ഇവിടെ നമ്മൾ സ്റ്റാർട്ടിംഗ് നമ്പർ പറഞ്ഞു കൊടുത്തിരുന്നില്ല, നമ്മൾ എൻഡിങ് നമ്പർ മാത്രമേ പറഞ്ഞു കൊടുത്തിരുന്നുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് നമ്പറും പറഞ്ഞു കൊടുക്കാം. ഇവിടെ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അവൻ 20 നിന്ന് തുടങ്ങിയിട്ട് 29 വരെ ഈ പറഞ്ഞിരിക്കുന്ന സാധനം എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇത് കഴിഞ്ഞ പ്രോഗ്രാമിൻ്റെ ഇതാണ്. ഇത് കണ്ടില്ലേ, 29 എന്ന് പറയുന്ന ഇതുവരെ 20 തൊട്ടിട്ട് 29 വരെയാണ് അവൻ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് നമ്പർ മാറ്റി കൊടുത്തിട്ട് ഈ എന്നിൻ്റെ അകത്ത് ഓരോരോ തവണ ഇറ്ററേറ്റ് ചെയ്യുന്ന സമയത്തും എന്നിൽ വരുന്ന നമ്പർ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാക്ടിക്കലായിട്ടിരിക്കുന്ന ഒരു എക്സാമ്പിൾ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ നോർമലി വരികയാണ് അല്ലേ, നമ്മൾ നോർമലി ഒരു ടോട്ടൽ എക്സ്പെൻസ് ഒക്കെ വന്ന് ആ എക്സ്പെൻസ് നമുക്ക് 10 മുതൽ 20 വരെയുള്ള ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഇത് ഇങ്ങനെ വരുന്നുണ്ടല്ലോ അല്ലേ. നമ്മളിപ്പോൾ ട്രിപ്പിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇനീഷ്യലി 10 പേരായിരിക്കും ഉണ്ടാവുക. 10 പേര് വരികയാണെങ്കിൽ ഇത്ര ചിലവാകും, 20 പേര് വരികയാണെങ്കിൽ ഇത്ര ചിലവാകും എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 10 മുതൽ 20 ഇങ്ങനെ ഒരു കോഡ് എഴുതാം. ടോട്ടൽ എക്സ്പെൻസ് എഴുതിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന റേഞ്ച് ഓഫ് എന്ന് പറയുന്ന സാധനം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരോ തവണ എന്നിൻ്റെ അകത്ത് 10, 11, 12 എന്ന് പറയും. നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇത് കണ്ടില്ലേ, ഓരോരോ തവണ അവൻ ഇങ്ങനെ ഇറ്ററേറ്റ് ചെയ്യുന്നു. ആ പറഞ്ഞിരിക്കുന്ന സാധനത്തിന് നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഇങ്ങനൊരു പ്രാക്ടിക്കലി ജസ്റ്റ് ആ പറഞ്ഞിരിക്കുന്ന സാധനം പ്രാക്ടിക്കലി എങ്ങനെയൊക്കെ യൂസബിൾ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നല്ലേ. നിങ്ങൾക്ക് പല രീതികളിൽ ഇത് ചിന്തിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ റേഞ്ച് എന്ന് പറയുന്ന സാധനം ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് റേഞ്ച് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഫോർ ലൂപ്പിനെ പറ്റിയിട്ടുള്ള സാധനം ഒന്ന് ഇതാക്കാം. ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഒരു കൈൻഡ് ഓഫ് കാര്യം കൂടി ഉണ്ട്, എന്ന് പറയുന്നത് നെക്സ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നതാണ്. അതായത് ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ ലൂപ്പ് ബോഡി ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അകത്തും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോഡി യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഫോർ ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ എത്ര തവണ ഇറ്ററേറ്റ് ചെയ്യുന്നു അത്രയും തവണ ഓരോരോ തവണ ഇത് വരും. അതിന് വീണ്ടും ഫോർ ലൂപ്പ് ഇത് ഇവിടെ കിടന്ന് ഇറ്ററേറ്റ് ചെയ്യും. എന്നിട്ട് ഫോർ ലൂപ്പിൻ്റെ മുകളിലിരിക്കുന്ന ലൂപ്പിലോട്ട് പോകും. ഒരു തവണ കൂടി ഫോർ ലൂപ്പ് ഉള്ളിലിരിക്കുന്നത് ഇങ്ങനെ കറങ്ങും, വീണ്ടും മുകളിലോട്ട് പോകും. ഇങ്ങനെ ഒരുപാട് തവണ അവനിങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ ഇത് 3 തവണയാണ് ഇറ്ററേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരു 3 തവണയും ഇറ്ററേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്നും ജെയും കൂടി ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കുന്നു. ഓക്കെ, എന്ത് വരും നോക്കാം. ഇത് കണ്ടില്ലേ, ഓരോരോ തവണ അവൻ മൾട്ടിപ്പിൾ ടൈം, അതായത് 3 തവണയല്ല, 3 × 3 9 തവണയെങ്കിലും അതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓരോരോ തവണ ഇവൻ കയറും, ഇതിൻ്റെ അകത്ത് കയറും, ഇത് മൾട്ടിപ്പിൾ ടൈം എക്സിക്യൂട്ട് ചെയ്യും, പുറത്ത് വരും, ഫോർ ലൂപ്പ് വീണ്ടും ഓടും. അങ്ങനെ ഒരു ലൂപ്പിൻ്റെ അകത്ത് തന്നെ നമുക്ക് വേറൊരു ലൂപ്പിങ്ങും കൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള നെസ്റ്റഡ് ലൂപ്പിംഗ് കാര്യം ഉപയോഗിക്കാവുന്നേ ഉള്ളൂ.
അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫോർ ലൂപ്പിനെ പറ്റിയിട്ട് ജനറൽ ആയിട്ട് പറയാനുള്ളത്. മെയിനായിട്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 ലൂപ്പിംഗ് വൈൽ ലൂപ്പും ഉണ്ട്, ഫോർ ലൂപ്പും ഉണ്ട്. വൈൽ ലൂപ്പ് നമ്മൾ നോർമലി ഇതേപോലെ ഇരിക്കുന്ന ഫിക്സഡ് ആയിട്ടിരിക്കുന്ന ഒരു നമ്പർ അല്ലാതെ നമുക്കിങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടാണെങ്കിൽ നമ്മൾ നോർമലി വൈൽ ലൂപ്പാണ് ഉപയോഗിക്കുന്നത്. അതല്ലാതെ ഇതേപോലെയുള്ള ഒരു കളക്ഷൻ ഒബ്ജക്റ്റിൻ്റെ അകത്ത് കൂടെ ഇറ്ററേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സിനെക്കാളും കുറച്ചും കൂടെ ക്ലീൻ ആയിട്ടിരിക്കുന്ന സിൻടാക്സ് എന്ന് പറയുന്നത് ഫോർ ലൂപ്പാണ്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ രണ്ടും ലൂപ്പിംഗ് ആണ്, പക്ഷേങ്കിൽ അത് ഡിഫറെൻറ്റ് യൂസ് കേസുകളിലാണ് നോർമലി നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.